നമുക്ക് ചില ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ബിജു പറയൂ, എന്താണത്? ഇത് ലോറിയുടെ എഞ്ചിൻ ഭാഗം തന്നെയാണെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് അതെ, എഞ്ചിൻ ഭാഗം തന്നെയല്ലേ? ഇവിടെയുള്ള നമ്മുടെ ഡ്രൈവറൊക്കെ പറയുന്ന എഞ്ചിൻ ഭാഗം തന്നെയാണെന്നാണ്. അത് ലോറിയുടെ എഞ്ചിൻ പോർഷൻ തന്നെയാണ് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ശുഭകരമായ കാര്യമാണ്. ഇനി അത് ടാങ്കർ ലോറിയുടേതാണോ അതോ മറ്റ് അർജുന്റെ ലോറിയുടേതാണോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടി വരും. അർജുന്റേത് ബെൻസ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മനാഫിന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നതാണ്. പക്ഷെ മനാഫ് ഈ ഭാഗത്തില്ല. മനാഫ് മാൽപ്പെ നിൽക്കുന്ന ഭാഗത്താണുള്ളത്. നല്ല മഴയുണ്ട്. അതായത് എഞ്ചിൻ പൊക്കുമ്പോൾ അതിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എഞ്ചിൻ ഓയിൽ താഴേക്ക് പുഴയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ മൂന്നാം ഘട്ടം മിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഇതല്ലാതെ മറ്റു വാഹനങ്ങളുണ്ട്. ഒരു ടാങ്കർ ലോറി പോയിട്ടുണ്ട്, അർജുന്റെ ലോറി അല്ലാതെ. അപ്പം നമുക്കിത് സ്ഥിരീകരിക്കേണ്ടത്, നേരത്തെ ബിജു പറഞ്ഞതുപോലെ മനാഫ് അവിടേക്ക് വന്നാൽ മനാഫിനായിരിക്കും ഒരു പക്ഷേ ഇതിലൊരു കൺഫർമേഷൻ നമുക്ക് തരാൻ കഴിയുക. ഈ മനാഫ് നിൽക്കുന്ന ഈശ്വർ മാൽപ്പെ സംഘം തെരയുന്ന ഭാഗത്ത് നിന്ന് ബിജു പങ്കജ് നിൽക്കുന്ന ഇപ്പോൾ ഈ ഭാഗത്തേക്ക് എത്താൻ കുറെ സമയം എടുക്കുമോ? ഇല്ല, വളരെ അടുത്ത് തന്നെയാണ്. മാൽപ്പയും ഈ ഡ്രജറിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മനാഫ് നിൽക്കുന്നത്. എന്തായാലും അത് ഈ കണ്ടെത്തിയ എഞ്ചിൻ അവര് ഡ്രഡ്ജറിലേക്ക് തന്നെ കയറ്റാനുള്ള ഒരു നീക്കമാണ്. ഡ്രൈവർ തിരിച്ചു വരികയും ചെയ്തു. ഇനി എന്തായാലും ഇത് ലോറിയുടെ എഞ്ചിനാണെന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി അത് അർജുന്റെ ലോറിയാണോ അതോ ടാങ്കർ ലോറിയാണോ? 2 ലോറികളാണ് ഇവിടെ അപ്രത്യക്ഷമായത്. അത് ടാങ്കർ ആണോ അതോ അർജുന്റെ ബെൻസ് ലോറിയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ മിഷൻ എത്തിക്കഴിഞ്ഞു. രാവിലെ 8 മണി മുതൽ തുടങ്ങിയ ഗുജറാത്തിൽ നിന്നുള്ള ഡൈവേഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോ ഇവിടെ മനാഫും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. മനാഫ് തീർച്ചയായും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മനാഫിന് മാത്രമാണ് ഇപ്പം അവിടെ ഉള്ളതിൽ നിന്ന്. ഇത് മനാഫിന്റെ ലോറിയാണ്, പുതിയ ലോറിയായിരുന്നു, ഭാരത് ബെൻസിന്റെ ലോറിയാണ്. അപ്പൊ അതിന്റെ എഞ്ചിനാണോ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത്. മനാഫാണ് ആ ഒരു കൺഫർമേഷൻ നൽകേണ്ടത്. ഒരു ലോറിയുടെ എഞ്ചിൻ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഡ്രഡ്ജർ കമ്പനി നടത്തിയ ആഴത്തിലുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ആ എഞ്ചിൻ ഇവിടെ കാണാതായ പോയ അർജുന ലോറിയുടേതാണോ അതോ ടാങ്കർ ലോറിയുടേതാണോ എന്നുള്ളതാണ് നമുക്കിനി തിരിച്ചറിയേണ്ടത്. എന്തായാലും ലോറിയുടെ എഞ്ചിൻ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഈശ്വർ മാൽപ്പയും സംഘവും തെരച്ചിൽ നടത്തുന്ന ഭാഗത്തായിരുന്നു ലോറി ഉടമയായ മനാഫ് ഉണ്ടായിരുന്നത്. പക്ഷേ മനാഫിനെ ഇപ്പോൾ ഈ ഡ്രഡ്ജർ കമ്പനി പരിശോധന നടത്തുന്ന ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മനാഫ് വേണം ഇത് തന്റെ ലോറിയുടെ എഞ്ചിനാണോ എന്ന് ഇനി തിരിച്ചറിയേണ്ടത്. ലോറിയുടെ എഞ്ചിൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു തെരച്ചിൽ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അർജുന്റെ ലോറിയുടെ എഞ്ചിനാണോ അതോ കാണാതെ പോയ ടാങ്കർ ലോറിയുടെ എഞ്ചിനാണോ എന്നുള്ള ഒരു കൺഫർമേഷനാണ് നമുക്ക് വരേണ്ടത്. മറുഭാഗത്ത് അതുകൂടി പറയണം, ഈശ്വർ മാൽപ്പയും സംഘവും മുങ്ങിത്തപ്പുന്നുണ്ട്. ആ മുങ്ങിത്തപ്പിയപ്പോൾ ചില മരക്കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അക്വേഷ്യ മരക്കഷ്ണങ്ങൾ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരക്കഷ്ണങ്ങളാണെന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മനാഫിന്റെ ഭാഗത്ത് നിന്ന് വരികയും ഉണ്ടായി.